വയനാട് നിന്ന്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് സംസ്ഥാന സർക്കാർ നിർമ്മിച്ച പുനരധിവാസ ടൗൺഷിപ്പ് ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ടൗൺഷിപ്പിന്റെ രണ്ടാം ഘട്ടം ഉടൻ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അവിടെ പറഞ്ഞു. അടുത്ത മഴക്കാലത്തിന് മുമ്പ് പൂർത്തിയാക്കാനുള്ള കർമ്മപദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അവിടെ പറഞ്ഞു. അടുത്ത മഴക്കാലത്തിന് മുൻപ് മുഴുവൻ ദുരന്തബാധിതർക്കും സ്വന്തം ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മരുന്ന് പല രോഗങ്ങൾക്കും പരിഹാരമാണ്. പക്ഷേ മാനസികമായ വേദനകൾക്ക് മരുന്ന് പരിഹാരമല്ല. ആ വേദനകളിൽ പരസ്പരം ആശ്വാസമാകാൻ കഴിയും. പല നഷ്ടങ്ങളും നികത്താൻ നമുക്കാവില്ല. പക്ഷേ സാമീപ്യം കൊണ്ട് മനുഷ്യരെ ആ നഷ്ടത്തിൻ്റെ ആഘാതത്തിൽ നിന്നും പതിയെ പുറത്തു വരാൻ സഹായിക്കാൻ കഴിയും. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ കേരള മാതൃക ഒരിക്കൽ കൂടി ലോകം കണ്ടറിഞ്ഞു. ഇടതുപക്ഷം കല്ലിട്ടു പോകുന്നവരല്ലെന്നും കല്ലിട്ടാൽ കല്ലിന് മീതെ കല്ലുവെച്ച് വീടുണ്ടാക്കുമെന്നും മന്ത്രി കെ രാജൻ അവിടെ ഉദ്ഘാടന വേദിയിൽ പറഞ്ഞു. പുഞ്ചിരിമറ്റത്ത് ഉയരത്തിൽ പൊട്ടിയ ഉരുളിൽ നിന്ന് തിരിച്ചു വന്ന മനുഷ്യർക്ക് പുഞ്ചിരി തൂകാൻ പറ്റുന്ന ഒരു മുറ്റമുണ്ടാക്കി കൊടുക്കാൻ പറ്റി എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ ഗവൺമെന്റ് ഈ വീടുകൾ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നത്. ഞങ്ങൾ കല്ലു മാത്രം ഇട്ടു പോകുന്നവരല്ല. കല്ലിട്ടാൽ കല്ലിൽ കല്ല് വയ്ക്കും, കല്ലിന്റെ മീതെ കല്ല് കെട്ടും, അതൊരു വീടാകും. അത് തീരുമാനിച്ച മനുഷ്യന്റെ കൈകളിലേക്ക് ഞങ്ങൾ സമ്മാനിക്കും. സഹായിക്കേണ്ടവർ പോലും കേന്ദ്ര ഗവൺമെന്റ് അടക്കം ക്രൂരമായ സമീപനത്തോടെ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോഴും കേരളം അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്, അവസാനത്തെ ദുരന്ത ബാധിതനെ കൂടി പുനരധിവസിപ്പിക്കാതെ ചുരമറങ്ങില്ല ലോകമലയാളം എന്ന യാഥാർത്ഥ്യം. ആദ്യഘട്ടത്തിൽ പൂർത്തിയായ 178 വീടുകളുടെ താക്കോലാണ് കൈമാറിയത്. ദുരന്തത്തിൽ അച്ഛൻ മരിച്ച അവ്യക്തനാണ് ആദ്യം മുഖ്യമന്ത്രി താക്കോൽ കൈമാറിയത്. ആദ്യ ഗുണഭോക്താവായി അവ്യക്ത് എം, കിഴക്കേ തെക്കുംകര വീട്, വെള്ളാർമല. അവന്തിക പ്രശോഭ്, കനകക്കുന്നിൽ, ചൂരൽമല. അവിടെ നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രസാദ് ഫുൾ ടൈം മുഴുവൻ നേരവും അവിടെ നിന്ന് ഈ കാര്യങ്ങൾ കാണുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ആളാണ് പ്രസാദ്. നമ്മുടെ ടീം അവിടെ തന്നെ അതിൻ്റെ പ്രാധാന്യത്തിന് അനുസരിച്ച് മുഴുവൻ നേരവും നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരുന്നു. ഇതിപ്പം ലോകത്തെ ആകെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്ന, ആശങ്കയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിനെ കൂടെ ബാധിക്കുമോ, നമ്മുടെ നാട്ടിലെ മനുഷ്യരെ കൂടെ ബാധിക്കുമോ എന്ന ആശങ്കയോടെ നിൽക്കുകയാണ് ഈ ന്യൂസ് ഡെസ്കിൽ ഞങ്ങളെല്ലാവരും. പക്ഷേ അന്നേരത്ത് പോലും അങ്ങേയറ്റം വലിയ സന്തോഷം ഉണ്ടാക്കിയ, എന്തൊരു സന്തോഷകരമായൊരു കാര്യമാണ്, എന്തൊരു അഭിമാനകരമായ കാര്യമാണ് എന്ന തോന്നലുണ്ടാക്കിയ സംഭവമായിരുന്നല്ലോ ഇപ്പോൾ ഈ കഴിഞ്ഞത്. അവിടുത്തെ ഉദ്ഘാടന ചടങ്ങും മറ്റുമൊക്കെ, അവിടുത്തെ ഈ ചടങ്ങും മറ്റുമൊക്കെ എങ്ങനെയായിരുന്നു അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രസാദിൻ്റെ ഒരു ഫീല് എത്ര സന്തോഷകരമാണത്? തീർച്ചയായും സനീഷ്, കാരണം ഈ ഒരു ടൗൺഷിപ്പിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ ഓരോ ഘട്ടവും നമ്മൾ കണ്ടതാണ്. അതുമാത്രമല്ല 178 വീടുകൾ, അതിൻ്റെ ഗുണഭോക്താക്കൾ ദുരിതബാധിതരായ ആളുകൾ വരികയും അവരുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച. അതിനകത്ത് മറ്റ് ആവശ്യങ്ങളില്ല എന്നുള്ളതല്ല, പക്ഷേ അവർ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഒരു വീട് മികച്ച രീതിയിൽ നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വയനാട്ടിൽ നിന്നുള്ളവർ മാത്രമല്ല, വയനാട്ടിന് പുറത്തുള്ള ആളുകൾ, നൂറുകണക്കിന് ആളുകൾ
ഇവിടേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. ഈ പരിപാടിക്ക് വേണ്ടി കെട്ടിയിട്ടുള്ള ഈ ഒരു വേദിയിൽ ഒരു പന്തലിൻ്റെ പുറത്തും നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ തടിച്ചു നിന്നത് അതിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. അതുകൊണ്ടുകൂടിയാണ് എല്ലാവരും ഈ ചടങ്ങിൽ ഇത്രത്തോളം സന്തോഷത്തോടു കൂടി നിൽക്കുന്നു എന്നുള്ളതാണ്. വളരെ ആശ്വാസകരമായി തന്നെയാണ് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കിട്ടുമ്പോൾ സമയത്താണ് സർക്കാർ അവരൊപ്പം നിൽക്കുന്ന ഒരു ടൗൺഷിപ്പ് തന്നെ. ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കൽപ്പറ്റ എന്ന് പറയുന്നത്. കൽപ്പറ്റയുടെ നഗരത്തിനോട് 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ്, 2 കിലോമീറ്റർ പോലും ഇല്ല, അത്രയും ചുറ്റളവിൽ തന്നെയാണ് ഇത്രയും വലിയ സംവിധാനങ്ങളുള്ള ഒരു ടൗൺഷിപ്പ് പടുത്തുയർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ സന്തോഷത്തോടെ തന്നെയാണ് നിന്നത്. ഇതിൻ്റെ താക്കോൽ കൈമാറ്റം എന്ന് പറയുന്നത് ആദ്യം അവ്യക്തനാണ്. അവ്യക്തിൻ്റെ അച്ഛൻ ആ ദുരന്തത്തിൽ മരിച്ചതാണ്. അവ്യക്തനാണ് ആദ്യം താക്കോൽ മുഖ്യമന്ത്രി കൈമാറിയത്. പിന്നീട് അവന്തിക, മാധവി, നൈസമോളിനെ ആരും മറന്നു കാണില്ല. പ്രധാനമന്ത്രി വന്ന സമയത്ത് പ്രധാനമന്ത്രി അന്ന് നൈസമോളിനെ എടുത്തു നിൽക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ആ നൈസമോൾക്കും ഈ 178 വീടുകളിൽ ഒരു വീട് ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് മാധവി, അതോടൊപ്പം തന്നെ ചണ്ണി, അവർക്കാണ് വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി താക്കോൽ കൈമാറിയത്. മറ്റുള്ള ആളുകൾക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പ്രത്യേക വേദിയിൽ റവന്യൂ വകുപ്പ് ഇപ്പോൾ താക്കോൽ കൈമാറുകയും അതോടൊപ്പം തന്നെ പട്ടയം കൊടുക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഈ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ 2ാം ഘട്ടം പൂർണ്ണമായും അടുത്ത മഴക്കാലത്തിന് മുമ്പായി എല്ലാവർക്കും വീടുകളിൽ കയറി താമസിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. അതിനുള്ള കർമ്മ പദ്ധതി തന്നെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ചില കാര്യങ്ങൾ കൂടി, ചില വിമർശനങ്ങൾ കൂടി മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിയിരുന്നു. അതിലൊന്ന്, ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ചില്ലിക്കാശ് പോലും കൊടുക്കേണ്ടതില്ല എന്ന് ചിലർ പറഞ്ഞതായി അതിനെ മുഖ്യമന്ത്രി ഇവിടെ എടുത്തു കാണിച്ചു. മറ്റൊന്ന്, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനമാണ്. കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ സഹായങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ബാങ്ക് വായ്പ, ഇവരുടെ ബാങ്ക് വായ്പ എഴുതി തള്ളണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ നിരവധി തവണ സമീപിച്ചതാണ്. പക്ഷേ അതിനും അനുകൂല നിലപാടല്ല കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെയാണ് 18.5 കോടിയോളം രൂപ സർക്കാർ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അങ്ങനെ ഇവരുടെ എല്ലാ തരത്തിലും ഇവർക്കൊപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാകുക. വീട് മാത്രമല്ല, ഇനിയിപ്പോൾ ഇവിടെ കൽപ്പറ്റ ജനറൽ ആശുപത്രിയുടെ ഒരു അനക്സ് ഈ ടൗൺഷിപ്പിലേക്ക് വരാൻ പോവുകയാണ്. അതോടൊപ്പം കൽപ്പറ്റ LP സ്കൂളിൻ്റെ ഒരു ഭാഗം, LP സ്കൂൾ ഇങ്ങോട്ട് മാറ്റി പണിയുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാണെങ്കിൽ അതിനും സർക്കാർ അനുകൂലമായ സമീപനം സ്വീകരിക്കുമെന്ന് കൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. അധ്യക്ഷ പ്രസംഗത്തിൽ മന്ത്രി കെ രാജൻ നടത്തിയ ഒരു പരാമർശം ഇതിനകത്ത് ചെറിയ വിവാദം കൂടി ആയിട്ടുണ്ട് സനീഷ്. അതിൽ പറഞ്ഞത്, ഞങ്ങളാരും കല്ലിട്ട് പോകുന്നവരല്ല, ആ കല്ലിടുന്നതിന്റെ മുന്നിൽ ഒരു കല്ല് കെട്ടുകയും പിന്നീട് അവിടെ ഒരു വീട് പണിയുകയും അത് അർഹരായവർക്ക് നൽകുകയും ശേഷം മാത്രമേ മടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ ആ ഭാഗം, അതിനകത്തൊരു വിവാദം എന്ന് പറയുന്നത്, പിന്നീട് ടി സിദ്ദീഖ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന സമയത്ത് വലിയ തോതിൽ ഈ ആളുകൾ കൂകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹം ആശംസാ പ്രസംഗം നടത്തുമ്പോൾ സമയത്തും അത് ആവർത്തിച്ചു. പക്ഷേ DYFI നേതാവ് വസീഫ് ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളിലേക്ക് നന്ദി പ്രസാദ്. അവിടെ ഈ അനൗൺസ്മെന്റ് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് അതിങ്ങോട്ട് കേൾക്കാനാവുന്നില്ല.